നമസ്കാരം, ഞാൻ ആഷിഫ് റാവുത്ത്. ഇന്നത്തെ വീഡിയോ പേപ്പർ ബാഗ് നിർമ്മാണത്തിന് ആവശ്യമായ കുറച്ച് മെറ്റീരിയലുകൾ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ്. അപ്പൊ പേപ്പർ ബാഗ് നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിൽ പ്രൈസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കമന്റുകൾ വന്നിരുന്നു. അതേപോലെ തന്നെ അതിന്റെ സൈസുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു. വിളിക്കുന്നവരാർക്കും കാര്യമായിട്ടുള്ള അതിന്റെ സൈസോ ഏത് രീതിയിലുള്ള ഏത് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം എന്നതറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേപ്പർ ബാഗ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സും അതിന്റെ വില, അതിന്റെ സൈസ് എല്ലാം ഇൻക്ലൂഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അതുകൂടാതെ തന്നെ പേപ്പേഴ്സ് മാത്രമല്ല, ഈ കാണുന്ന എല്ലാം പേപ്പേഴ്സ് ആട്ടോ. കളർ പേപ്പേഴ്സ് ഉണ്ട്, വാൾപേപ്പർ ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, വൈറ്റ്, ഡ്യൂപ്ലെക്സ് ബോർഡ്, ഹാൻഡ് ക്രാഫ്റ്റ്, ആസറേറ്റഡ് തുടങ്ങിയ എല്ലാ ടൈപ്പ് പേപ്പേഴ്സിന്റെയും എല്ലാ ടൈപ്പ് പേപ്പേഴ്സും ഇവിടെ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് പേപ്പർ ബാഗിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതായത് ഹാൻഡിൽസ് ബ്രൗണിലുണ്ട്, അതേപോലെ തന്നെ വൈറ്റിലുണ്ട്, അതേപോലെ അതിനാവശ്യമായിട്ടുള്ള റോപ്പാണ് ബ്ലാക്ക്, വൈറ്റ്. അതുകൂടാതെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഐലറ്റുകൾ. ഓക്കെ, ഐലറ്റ്സ് ആണത്. നമ്മൾ ഐലറ്റ്, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്ക്രീൻ പ്രിന്റിങ്. നമ്മൾ പ്രിന്റിങ് എല്ലാവരും ചോദിക്കാറുണ്ട് ബാഗിന്റെ പുറത്ത് എങ്ങനെ പ്രിന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ പ്രിന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇങ്ക് ആണ് ഈ കാണുന്നത്. ഇപ്പോ സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുന്നത് സിംഗിൾ കളർ ആണോ? ഈ കാണുന്നതൊക്കെ സ്ക്രീൻ പ്രിന്റിംഗ് ആണ്. ഇത് സിംഗിൾ കളർ പ്രിന്റ് ആണ്. ഈ കാണുന്ന സ്ക്രീൻ പ്രിന്റിംഗ് ആണ്. ഈ രീതിയിലുള്ള പ്രിന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഇങ്ക് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കളർ പ്രിന്റിനാണ് സ്ക്രീൻ പ്രിന്റ് എന്ന് പറയാം. ഇത് മൾട്ടി കളർ ആണ്. ഇത് ഓഫ്സെറ്റിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഒരു ബ്ലോഗാണ് ഇന്നത്തെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ക്രാഫ്റ്റ് പേപ്പറുകളാണ്. ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ബ്രൗൺ കളർ പേപ്പേഴ്സിനാണ് ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. അതായത് റീസൈക്കിൾ ചെയ്ത് വരുന്ന പേപ്പേഴ്സ് ആണ് ക്രാഫ്റ്റ് പേപ്പർ. ഇന്ത്യൻ ക്രാഫ്റ്റ് പേപ്പർ ആണ് ഈ കാണുന്നത്. ഇത് തന്നെ 120 GSM വരുന്ന ഒരു ഇന്ത്യൻ ക്രാഫ്റ്റ് പേപ്പർ ആണ്. 120 GSM ഇന്ത്യൻ ക്രാഫ്റ്റ് പേപ്പർ. അതിൽ തന്നെ 150 GSM ഇന്ത്യൻ ക്രാഫ്റ്റ് പേപ്പർ ഉണ്ട്. ഈ കാണുന്നത് 180 GSM ഇന്ത്യൻ ക്രാഫ്റ്റ് പേപ്പർ ആണ്. GSM എന്ന് പറയുന്നത് ഇതിന്റെ തിക്നെസ് ആണ്. കാഴ്ചയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, അതിന്റെ തിക്നെസ്സിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതേ 180 GSM തന്നെ വരുന്ന ഓറഞ്ച് ക്രാഫ്റ്റ് പേപ്പർ ആണ്. ഓറഞ്ച് ക്രാഫ്റ്റ്, ഓക്കെ, ഓറഞ്ച് ക്രാഫ്റ്റ് പേപ്പർ ആണ് ഈ കാണുന്നത് അതേ സെയിം ഓറഞ്ച് ക്രാഫ്റ്റ് ആണ്. ഓറഞ്ച് ക്രാഫ്റ്റിന് രണ്ട് സൈഡും രണ്ട് ഷെയ്ഡ് ആയിരിക്കും. ഓറഞ്ച് ക്രാഫ്റ്റിന്റെ ഷെയ്ഡ് ആണത്. ഓക്കെ, ഇതിന് ഇൻസൈഡ് വന്നിട്ട് ഇതേപോലെ തന്നെ ആയിരിക്കും, ഇതേ സെയിം തന്നെ ആയിരിക്കും. ഇതാണ് പേപ്പറിന്റെ സൈസ് എന്ന് പറയുക. ഈ ഇന്ത്യൻ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് വരുന്ന സൈസ് എന്ന് പറയുന്നത് 36x46, അതായത് 36 ഇഞ്ച് 46 ഇഞ്ച് വീതിയും നീളവും. അപ്പൊ 36x46 എന്നുള്ള സൈസിലാണ് നമുക്ക് ഇന്ത്യൻ ക്രാഫ്റ്റുകളെല്ലാം തന്നെ വരിക. ഈ കണ്ടതെല്ലാം ഇന്ത്യൻ ക്രാഫ്റ്റ് ആണ്. ഓറഞ്ച് ക്രാഫ്റ്റിന് 180 GSM ആണ് നമ്മൾ ഈ കണ്ടത്. ഈ കാണുന്ന പേപ്പറിന്റെ വില എന്ന് പറയുന്നത് 13 രൂപയാണ്. 13 രൂപയാണ് ഈ കാണുന്ന പേപ്പറിന്റെ വില. 13 രൂപ 50 പൈസയാണ് നമുക്ക് ഈ പേപ്പറിന്റെ വില. പിന്നെ നമ്മളുടെ ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിന്റെ പ്രൈസ് കുറയും. അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് കുറയും. 13 രൂപയാണ് ഈ ഒരു പേപ്പറിന്റെ പ്രൈസ്. 180 GSM 36x46 എന്നുള്ള സൈസിലാണ് വരിക. 13 രൂപ 50 പൈസ. അത് കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് സെയിം അതിന്റെ തന്നെ 180 GSM ബ്രൗൺ ക്രാഫ്റ്റ് ആവുന്ന സമയത്ത് 1 രൂപ ഇതിൽ കുറയും. 12 രൂപ 50 പൈസയെ വരുള്ളൂ. സെയിം 36x46 ഇഞ്ചസ് എന്ന സൈസിലാണ് വരിക. ഇഞ്ചസിലാണെന്ന് ഞാൻ പറയുന്ന സൈസുകളെല്ലാം തന്നെ. അത് കഴിഞ്ഞ് അതിന്റെ തന്നെ 120 GSM ആവുന്ന സമയത്ത് നമുക്ക് 8 രൂപയാണ് ഈ ഒരു ഷീറ്റിന് വരിക. 36x46. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഓർഡർ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൈസസിൽ വേരിയേഷൻസ് വരും. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് 100 GSM ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് പേപ്പർ. ഇത് 25x36, 25x36 എന്നുള്ള സൈസിലാണ് ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് വരിക. ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് 100 GSM ഇന്ത്യൻ ക്രാഫ്റ്റ് 120 GSM ഒരേ പ്രൈസ് ആണ് വരിക. 8 രൂപ തന്നെയാണ് ഈ ഒരു ഷീറ്റിന്റെ വിലയും. പക്ഷേ നമുക്ക് ഇന്ത്യൻ ക്രാഫ്റ്റ് ആകുമ്പോൾ 8 രൂപയ്ക്ക് 36x46 എന്ന സൈസിൽ പേപ്പർ കിട്ടും. ഇതാവുമ്പോൾ 25x36 എന്ന സൈസിലേ കിട്ടുള്ളൂ. പക്ഷെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതും ബലം കൂടിയതുമാണ് ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ്. കാണാനും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും, കുറച്ചുകൂടെ ഫിനിഷ് ഉണ്ടാവും. ഇതൊക്കെ രണ്ടും നമ്മൾ കാണുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടെ ഗോൾഡൻ ഷെയ്ഡ് ആണ് ഈ പേപ്പർ വന്നിട്ട്. ഇന്ത്യൻ ക്രാഫ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നാച്ചുറൽ ഷെയ്ഡ് കൂടുതലായിരിക്കും. ഇതിനാകുമ്പോൾ യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് കൂടുതലായിരിക്കും. ഇതിന് കുറച്ചുകൂടെ കപ്പാസിറ്റി ഉണ്ടാവും, കുറച്ചുകൂടെ ബലം ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് 100 GSM 36x25, അതായത് 25x36 ഇഞ്ചസിനാണ് ഈ ബാഗിന്റെ പേപ്പറിന്റെ സൈസ് വരിക. 8 രൂപയാണ് ഈ പേപ്പറിന്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് 350 GSM വരുന്ന ബോർഡ്.
ക്രാഫ്റ്റ് ബോർഡ്, ഇന്ത്യൻ ക്രാഫ്റ്റിന്റെ ബോർഡാണ്. ഈ ക്രാഫ്റ്റ് ബോർഡിന് വരിക 12 രൂപയാണ്. നല്ല തിക്നെസ് ഉണ്ട്, 350 GSM ആണ്. നല്ല ബോർഡ് പേപ്പേഴ്സിനായിട്ട്, അതായത് നല്ല കനം ആവശ്യം വരുന്ന ബാഗുകൾക്ക് വേണ്ടി മാത്രം ഇത്തരം പേപ്പേഴ്സ് ഉപയോഗിക്കുക. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റ് പേപ്പറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച് വിളിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യാറുള്ള ഒരു പേപ്പറാണ് ബ്ലാക്ക് കളർ പേപ്പർ. ഓക്കെ, 135 GSM വരുന്ന ബ്ലാക്ക് കളർ പേപ്പറാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പേപ്പറിന്റെ വില എന്ന് പറയുന്നത് 6 രൂപ 50 പൈസയാണ്. നിങ്ങളുടെ ഓർഡറിനനുസരിച്ചിട്ട്, ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിന്റെ പ്രൈസ് കുറയും. 22, 28 എന്ന സൈസിലാണ് നമുക്ക് ഈ ഒരു പേപ്പർ വരിക. 6 രൂപ 50 പൈസയാണ് ഈ ഒരു പേപ്പറിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിന്റെ പേപ്പറിന്റെ പ്രൈസസിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് കൂടാതെ തന്നെ നമുക്ക് പിന്നെ വരുന്നതാണ് കളർ പേപ്പേഴ്സ്, അതായത് കളർ ബോർഡ്. 300 GSM വരുന്ന കളർ ബോർഡാണ് ഈ കാണുന്നത്. ഈ കാണുന്നതെല്ലാം 300 GSM വരുന്ന കളർ ബോർഡാണ്. ഓറഞ്ച് കളർ ഉണ്ട്, ബ്ലൂ ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഈ കാണുന്ന യെല്ലോ ആണ്. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ നമുക്ക് ഈ ഒരു പേപ്പർ അവൈലബിൾ ആണ്. ഓക്കെ, ഈ കാണുന്ന എല്ലാ കളേഴ്സിലും നമുക്ക് ഈ ഒരു പേപ്പർ അവൈലബിൾ ആണ്. 300 GSM വരുന്ന കളർ ബോർഡ് പേപ്പേഴ്സ് ആണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഈ പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബ്ലാക്ക് പേപ്പറിന്റെ അതേ സൈസ് തന്നെയാണ്. 20 to 20 ആണ് പേപ്പർ. ഇത് ബ്ലാക്ക് പേപ്പർ വരുന്നത് അതേ സൈസ് തന്നെയാണ് ഇപ്പൊ കളർ ബോർഡുകളും വരുന്നത്. പക്ഷെ തിക്നെസ്സിൽ വ്യത്യാസമുണ്ട്, GSM വ്യത്യാസമുണ്ട്. 135 GSM ആണ് ഈ പേപ്പർ വരുന്നതെങ്കിൽ ഇത് 300 GSM ബോർഡാണ്. 300 GSM ബോർഡിന്റെ കോസ്റ്റ് വരുന്നത് 13 രൂപ 50 പൈസയാണ് നമുക്ക് കോസ്റ്റ് വരിക. അപ്പൊ ഈ കാണുന്ന എല്ലാം തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൊറിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന വണ്ടികളൊക്കെ കൊറിയർ പോകാനായിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് നമ്മൾ വൈകുന്നേരം മോസ്റ്റ് പാർസൽ സർവീസുകാർ വന്ന് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് ഡോർ ഡെലിവറി ചെയ്തു തരും പാർസൽ സർവീസസ്. അപ്പൊ ചെറിയ ഡെലിവറി ചാർജുകളും മറ്റൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് ഏത് പേപ്പർ ആണെന്ന് പറഞ്ഞാൽ ആ പേപ്പർ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും. ഈ കാണുന്നതാണ് മറ്റൊരു സ്പെഷ്യൽ പേപ്പറാണ്, ഇമ്പോർട്ടർ ക്രാഫ്റ്റ് ആണ്. ഡബിൾ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. വൺ സൈഡ് വൈറ്റും വൺ സൈഡ് ബ്രൗണും ആയിരിക്കും. ഗോൾഡൻ ഷെയ്ഡ് ആണ്, ഇമ്പോർട്ടർ ക്രാഫ്റ്റ് ആണ്. 125 GSM 150 GSM ഈ പേപ്പർ അവൈലബിൾ ആണ്. 8 രൂപ 10 രൂപ എന്ന നിരക്കിലാണ് ഈ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം 25 into 36 എന്ന സൈസിലാണ് ഈ പേപ്പർ വരിക. ഡബിൾ ക്രാഫ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ ആണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ടൈപ്പ് ബാഗുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ ആണ്, നല്ല ഫിനിഷ് ഉണ്ടാവും. ഇമ്പോർട്ടർ ക്രാഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് BFന്റെ കാര്യത്തിലൊന്നും പേടിക്കുന്ന കാര്യത്തിൽ നല്ല വില ഉണ്ടാവും ഈ പേപ്പറിനൊക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ വരുന്നത് 80 GSM വൈറ്റ്, 80 GSM കുറഞ്ഞ വൈറ്റ് പേപ്പേഴ്സ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഒരുപാട് റിക്വയർമെന്റ് ഉള്ള ഒരു പേപ്പറാണ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 80 GSM വരുന്ന വൈറ്റ് ക്രാഫ്റ്റ് പേപ്പറാണ് ഈ കാണുന്നത്. 80 GSM വൈറ്റ് ക്രാഫ്റ്റിന്റെ കോസ്റ്റ് വന്നിട്ട് നമുക്ക് 6 രൂപ 25 പൈസയാണ് 50 GSM വൈറ്റ് ക്രാഫ്റ്റിന്റെ. 25 into 36 എന്നുള്ള സൈസ് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ അതിന്റെ തന്നെ 120 GSM, നമുക്ക് 120 GSM 100 GSM ഈ പേപ്പർ വൈറ്റ് ക്രാഫ്റ്റ് അവൈലബിൾ ആണ്. ഇത് വൈറ്റ് ക്രാഫ്റ്റ് ആണ്. ഇത് നമുക്ക് 120 GSM അതേപോലെ തന്നെ 100 GSM അവൈലബിൾ ആണ്. ഇത് സെയിം വൈറ്റ് ക്രാഫ്റ്റ് ആണ്. 25 into 36 എന്നുള്ള സൈസ് തന്നെയാണ്. ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് 7 രൂപ 25 പൈസയാണ്. 7 രൂപ 25 പൈസ ആണ് ഇതിന്റെ കോസ്റ്റ്. പിന്നെ വരുന്നു നമ്മൾ ഇന്ത്യൻ ക്രാഫ്റ്റിൽ തന്നെ 150 GSM 150 GSM ആണ്. 10 രൂപ 50 പൈസയാണ് ഈ ഒരു പേപ്പറിന്റെ കോസ്റ്റ് വരിക. നമുക്ക് 150 GSM 36 into 46 36 into 46 എന്നുള്ള അതേ സൈസിൽ തന്നെയാണ് ഇന്ത്യൻ ക്രാഫ്റ്റിന്റെ ഈ ഒരു പേപ്പർ വന്നിട്ടുള്ളത്. ഈ കാണുന്നത് 90 GSM വരുന്ന വൈറ്റ് ക്രാഫ്റ്റ് പേപ്പർ. 90 GSM ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ഫിനിഷ് ഉള്ള പേപ്പറാണ്. അത്യാവശ്യം വരുന്ന നമുക്ക് എന്താ പറയാ ചെറിയ വെയിറ്റ് കണ്ടന്റ് കുറവായിട്ടുള്ള പ്രോഡക്ട്സിലൊക്കെ നമുക്ക് ഈ ഒരു പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ തുണിക്കടകളിലെ ചെറിയ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന, അതായത് ബേബി ബാഗ്സിനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ പേപ്പേഴ്സ് പോകുന്നുണ്ട്. 90 GSM ആണ് ഈ പേപ്പറിന്റെ സൈസ്. അതിന്റെ തന്നെ സെയിം 100 GSM. ഈ കാണുന്ന അതിന്റെ തന്നെ സെയിം 100 GSM ആണ്. ചെറിയ വ്യത്യാസം ഉള്ളൂ. ചിലർക്കൊന്നും പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് 90 GSM ക്രാഫ്റ്റ്.
90 GSM ഇന്ത്യൻ ഗ്രാഫ്റ്റ് ആണ്. 36x46 എന്നുള്ള സൈസിൽ തന്നെയാണ് ഈ ഒരു പേപ്പർ വരിക. ഓക്കെ, 36x46 എന്നുള്ള സൈസിലാണ് ഈ ഒരു പേപ്പർ വന്നിട്ടുള്ളത്. രണ്ട് സൈഡും രണ്ട് ഫിനിഷ് ആയിരിക്കും. ഉള്ളിൽ കുറച്ച് റഫ് ഫിനിഷും പുറത്ത് കുറച്ച് സോഫ്റ്റ് ഫിനിഷും ആയിരിക്കും നമുക്ക് ഈ ഒരു പേപ്പറിൽ വരിക. ഈ പേപ്പർ ഭയങ്കര വില കുറവാണ്, 5 രൂപ 50 പൈസ വരുന്നു. 36x46 ആണ്. 90 GSM ആണ് ഈ പേപ്പറിന്റെ തിക്നെസ്. അതേപോലെ 36x46 5 രൂപ 50 പൈസയാണ് ഈ ഒരു പേപ്പറിന് കോസ്റ്റ് വരുന്നത്. നല്ല പേപ്പറാണ്. 90 GSM ആണ് ഈ ഒരു പേപ്പർ വരുന്നത്. പിന്നെ വരുന്നതാണ് വാൾപേപ്പർ. നമ്മൾ നോർമൽ വാൾപേപ്പറാണ്. ഈ ഒരു പേപ്പറിലായിട്ട് നമുക്ക് കുറച്ച് ടെക്സ്ചർ ഒക്കെ ഉണ്ട്. ഞാൻ ഈ പേപ്പർ വെച്ചിട്ട് വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതിന്റെ കുറച്ച് റെഡ് കളർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത നേരിട്ട് നിങ്ങളുടെ ചാനലിൽ കയറുന്ന വീഡിയോ ഇത് കാണാൻ കഴിയും. ഇത് അത്യാവശ്യം നല്ല പേപ്പർ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് 300 GSM ആണ് ഈ ഒരു പേപ്പറിന്റെ തിക്നെസ് വരുന്നത്. അതേപോലെ നല്ല BF ഉണ്ട്. നല്ല പേപ്പറാണ്. ഇതിന് ഏകദേശം 25 രൂപയാണ് നമുക്ക് ഈ ഒരു പേപ്പറിന്റെ കോസ്റ്റ് വരിക. കാരണം ഇത് അത്രയും നല്ല പേപ്പറാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര റെയർ ആയിട്ട് റിക്വയർമെന്റ് വരുന്ന പേപ്പറാണ്. അതായത് സെയിം തന്നെയാണ്. ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ കളർ ഷെയ്ഡ്സിനകത്ത് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാ പേപ്പേഴ്സും കൂടെ ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇതിപ്പോ ഞാനൊരു കസ്റ്റമറിന് എല്ലാത്തിന്റെയും 2 പീസ് വെച്ചിട്ട് സാമ്പിൾ കാണുന്നുണ്ട്. പുള്ളിക്ക് സാമ്പിൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഈ കാണുന്നത് ആസ്പറേറ്റഡ് വാൾപേപ്പേഴ്സ് ആണ്. ഇതിന്റെ പിൻവശം ഇങ്ങനെ ആയിരിക്കും വരിക. ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല പിൻവശം കാണാനായിട്ട്. പക്ഷെ അതിന്റെ എക്സ്റ്റീരിയർ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. കാരണം ഇത് ആസ്പറേറ്റഡ് പേപ്പേഴ്സ് ആണ്, കൂടാതെ വാൾപേപ്പറും കൂടെയാണ്. നല്ല പേപ്പേഴ്സ് ആണ്. 30 രൂപയാണ് ഈ ഒരു പേപ്പറിന്റെ കോസ്റ്റ് വരിക. 22x30.5 എന്ന സൈസിലാണ് നമുക്ക് ഈ ഒരു പേപ്പർ വരിക. 22x30.5 ഇഞ്ചസിലാണ് ഞാൻ പറയുന്ന സൈസുകളെല്ലാം തന്നെ. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇഞ്ചസിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിന് തന്നെ കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഇതിന്റെ റിയർ സൈഡ് വരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ കുറച്ചുകൂടെ സെയിം ആസ്പറേറ്റഡ് വാൾപേപ്പർ തന്നെയാണ് ഈ കാണുന്ന പേപ്പറിന്റെ കോസ്റ്റ് 30 രൂപയാണ്. ആസ് പെർ റിക്വയർമെന്റ് അതിനനുസരിച്ച് കുറയും. നിങ്ങൾക്ക് എത്രയാണോ പേപ്പർ വേണ്ടത്. പിന്നെ നമ്മൾ മൊബൈൽ ഷോപ്പുകളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ കേക്ക് ബാഗ്സിന് മൊബൈൽ ഷോപ്പിലേക്ക് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന പേപ്പറാണ് ഡ്യൂപ്ലെക്സ് ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ. 220ന്റെ ഡ്യൂപ്ലെക്സ് ബോർഡാണ്. ഡ്യൂപ്ലെക്സ് ബോർഡ് എന്ന് പറയുമ്പോൾ വൺ സൈഡ് കുറച്ച് ഗ്ലോസി ഫിനിഷ് ഉള്ള വൈറ്റ് ആയിരിക്കും, വൺ സൈഡ് ഗ്രേ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡ്യൂപ്ലെക്സ് ബോർഡിന്റെ സൈസ് എന്ന് പറയുന്നത് 25x30 എന്ന സൈസിലാണ്. 220 GSM ആണ്. അതായത് ബേക്കറികൾക്ക്, കേക്ക് ബോക്സുകൾക്ക്, അതേപോലെ തന്നെ മൊബൈൽ ഷോപ്പുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് വരുന്ന ഒരു പേപ്പറാണ്. നല്ല പേപ്പറാണ്. ഔട്ട് സൈഡ് നല്ല ഗ്ലോസി ഫിനിഷ് പോലെ തോന്നിക്കുന്ന ഒരു പേപ്പറാണ്. ഇൻസൈഡ് ഗ്രേ ആയിരിക്കും വരിക, മാറ്റ് റഫ് ആയിരിക്കും ഇൻസൈഡ് വരിക. ഇത് തന്നെ 210 GSM ഉണ്ട്. അത് കുറച്ചുകൂടെ വലിപ്പമാണ്. ഇത് 28x30 എന്നുള്ള സൈസിലാണ് ഈ ഒരു പേപ്പർ വരിക. ഇത് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും 210 GSM ആകുമ്പോൾ. പക്ഷെ ബാഗിന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നല്ലതാണെന്ന് പറയുന്നത് 210 GSM ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്സ് വരുന്നത് നല്ലതെന്ന് പറയുന്നത് 210 ആണ്. 220, 210 നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം 10 GSM വ്യത്യാസമുള്ളൂ. പക്ഷെ കുറച്ചും കൂടെ നല്ല പേപ്പർ 210 ആണ്. കാരണം ഈ 220 അത്യാവശ്യം മടക്കുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോകുന്നു എന്നൊരു പരാതി നമ്മൾ കേട്ടിരുന്നു. 220 അങ്ങനെ പ്രശ്നങ്ങളും 210 അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 220 അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോ 210 GSM ആകുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. നമുക്ക് സെയിം പർപ്പസ് എല്ലാം തന്നെ അതിൽ നടക്കും. പിന്നെ ഈ കാണുന്ന പേപ്പേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് നമുക്ക് സെയിം നമ്മൾ ഈ നേരത്തെ കാണിച്ച വാൾപേപ്പർ കാണിച്ച അതേപോലെ തന്നെ ആസ്പറേറ്റഡ് ഹാൻഡ് ക്രാഫ്റ്റ് പേപ്പറാണ്. മെല്ലിംഗ് പേപ്പേഴ്സ് എന്ന് പറയും, ഹാൻഡ് ക്രാഫ്റ്റ് പേപ്പർ എന്നും പറയും. ഈ ഹാൻഡ് ക്രാഫ്റ്റ് പേപ്പർ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബാഗുകൾ, അതേപോലെ നല്ല ബൊട്ടീക്കുകൾ പോലുള്ള ഷോപ്പുകളൊക്കെ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം പേപ്പറിന് കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാഗും കോസ്റ്റ്ലി ആയിരിക്കും. ഇത് നമുക്ക് 30 rupees ആണ് ഈ ഒരു പേപ്പറിന്റെ കോസ്റ്റ് വരുന്നത്. സെയിം 22-25 തന്നെയാണ് ഈ ഒരു സൈസ് വരുന്നത്. നമ്മൾ ബ്ലാക്ക് ചെയ്താൽ 22-28 തന്നെയാണ് ഈ ഒരു പേപ്പറിന് സൈസ് വരിക. 22.5x30 എന്ന സൈസിലാണ് നമുക്ക് ഈ ഐസൊലേറ്റഡ് പേപ്പർ വരിക. നല്ല പേപ്പറാണ്. 30 രൂപയാണ് ഈ ഒരു പേപ്പറിന്റെ കോസ്റ്റ് വരിക. അപ്പോൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞ ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് പേപ്പറിന്റെ റേറ്റ് വരിക. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഓർഡർ ക്വാണ്ടിറ്റി കൂടുന്നു അതിനനുസരിച്ച് കുറയും. ഇത് തന്നെ ഈ ഒരു പേപ്പർ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് പിങ്ക് കളർ ആണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ സെയിം ബ്ലൂ കളറാണ്.
സെയിം 30x22.5 എന്ന സൈസിൽ തന്നെയാണ് ഈ ഒരു പേപ്പർ വരുന്നത്. 300 GSM ഉണ്ടാവും. ആക്സറേറ്റഡ് പേപ്പേഴ്സ് ആണ്. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട്, അതായത് ഈ ഷോപ്പിംഗ് ബാഗുകളായിട്ട്, പേപ്പർ ഷോപ്പിംഗ് ബാഗുകളായിട്ട് യൂസ് ചെയ്യുന്ന പേപ്പേഴ്സ് തന്നെയാണത്. ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഷോപ്പുകളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കളർ ബോർഡിന്റെ 300 GSM കളർ ബോർഡിന്റെ ഓറഞ്ച് കളർ പേപ്പറാണ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടർ ക്രാഫ്റ്റ് ആണ്. നല്ല ക്വാളിറ്റി വരുന്നതാണ്. നമുക്കൊരു 8 കിലോ കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പർ കൊടുക്കാൻ പറ്റും. 120 GSM തന്നെയാണ്. BF ഭയങ്കരമായിട്ട് 45+ BF വരുന്ന ഒരു പേപ്പറാണ്. 8 കിലോന്റെ അധികം കപ്പാസിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടർ ക്രാഫ്റ്റ് പേപ്പറാണ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് സൈസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആസ് പെർ സൈസിന് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്ത് തരാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ഈ ഒരു പേപ്പർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പേപ്പർ ആവശ്യം, ആ പേപ്പേഴ്സിന്റെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്രാഫ്റ്റ് ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് പേപ്പർ ആണ് എന്നുള്ളത്. അപ്പോൾ ഏത് പേപ്പർ ആണോ നിങ്ങൾക്ക് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പ് ഡെലിവറി നമുക്ക് ചെയ്തു തരും. സെയിം നേരത്തെ കണ്ട ഓറഞ്ച് ക്രാഫ്റ്റ് പേപ്പർ ആണ്. കട്ട് ചെയ്ത് വെച്ചായിരുന്നു നമ്മൾ ആളുകളെ കാണിക്കാൻ. ഇവിടെ നിന്ന് സാമ്പിൾ കാണിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഫുള്ള് കച്ചറായിട്ട് കിടക്കാണ്. ഇത് നേരത്തെ കണ്ട കളറിൽ തന്നെ ഒരു ചെറിയ ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ്. സെയിം കളർ ബോർഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ വാൾപേപ്പർ കണ്ടല്ലോ, അതിൽ തന്നെ കുറച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ടൈപ്പിലുള്ള ഒരു വാൾപേപ്പർ ആണത്. ഇതും ഹാൻഡ് ക്രാഫ്റ്റ് വാൾപേപ്പർ ആണ്. ഇതിൽ നമുക്ക് ഈ ഒരു ഷൈനിങ് ഉണ്ടാവും ഈ ഒരു പേപ്പറിനായിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല. ചെറിയൊരു ഗിൽറ്റിന്റെ ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റേർഡ് ആണ്. ഇതൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ടെക്സ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം കണ്ട വാൾപേപ്പർ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇത് ഹാൻഡ് ക്രാഫ്റ്റ് പേപ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആക്സറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഈ മെർലിങ്ങിന്റെ അതേപോലെ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നെർലിംഗ് പേപ്പറിന്റെ മറ്റൊരു കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ അവൈലബിൾ ആണ്. മോസ്റ്റ്ലി ഉള്ള എല്ലാ കളേഴ്സിലും നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് അവൈലബിൾ ആണ്. ഇത് അതിന്റെ തന്നെ മറ്റൊരു കളർ ചേഞ്ച് ആസറേറ്റഡ് പേപ്പർ ആണ്. ഹാൻഡ് ക്രാഫ്റ്റ് പേപ്പർ ആണ്. നെർലിംഗ് ആസറേറ്റഡ് പേപ്പർ ആണ്. ഈ പേപ്പറിന്റെ ബാഗ് ഉണ്ടാക്കി പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ട് നോക്കാം. MSR മെഷീനറീസ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെയിം പേപ്പറിൽ നമ്മൾ ബാഗ് ഉണ്ടാക്കി നല്ല ഭംഗിയുള്ള ബാഗ് ആയിരിക്കും. ഈ പേപ്പറിലൊക്കെ ബാഗ് ഉണ്ടാക്കിയ ബാഗൊക്കെ നല്ല ഭംഗിയായിരിക്കും. നേരത്തെ ചെയ്ത 210 GSM-ന്റെ ഡ്യൂപ്ലെക്സ് ബോർഡ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ്. ആസ് പെർ റിക്വയർമെന്റ് ബാഗിന്റെ സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ കട്ട് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മൾ വലിയ റോളിൽ നിന്നാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷീറ്റ് ആയിട്ടല്ല, നിങ്ങൾ സ്പെസിഫൈഡ് സൈസിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഒരു മിനിമം ക്വാണ്ടിറ്റി പറയണം. എങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കുള്ളൂ. ഡ്യൂപ്ലെക്സ് ബോർഡ് 210 GSM-ന്റെ നല്ല പേപ്പറാണ്. അതിന്റെ വീണ്ടും ഡ്യൂപ്ലെക്സ് ബോർഡ് 210 GSM. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ 90 GSM വൈറ്റ് പേപ്പർ ആണ്. ഇതിന്റെ ഒക്കെ ഞാൻ ഓരോരോ പീസസ് ആയിട്ട് മാറ്റി വെച്ചതായിരുന്നു. 100 GSM-ന്റെ ഇമ്പോർട്ടർ ക്രാഫ്റ്റ്. നമ്മൾ നേരത്തെ കണ്ട അതേ ക്രാഫ്റ്റ് അല്ല, ഇത് കുറച്ചുകൂടെ വില കുറഞ്ഞ പേപ്പറാണ്. ഇതിനെന്താന്ന് വെച്ചാൽ ഇതിന്റെ BF-ഉം കുറച്ചുകൂടെ കുറവാണ്. നേരത്തെ കണ്ട നമ്മൾ ഇന്ത്യൻ ക്രാഫ്റ്റ് കണ്ടതിൽ അത്രയും തന്നെ ബലം ഈ ഒരു പേപ്പർ ഉണ്ടാവില്ല. 100 GSM തന്നെയാണ്, എങ്കിലും ഇതിന്റെ BF കുറവായതുകൊണ്ട് ഇതിന് അത്രയും ബലം ഉണ്ടാവില്ല. ഷെയ്ഡിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ 24-ലധികം നമുക്ക് ക്രാഫ്റ്റ് പേപ്പർ വെറൈറ്റികളുണ്ട്. നമുക്ക് നാച്ചുറൽ ഷെയ്ഡിലും ഗോൾഡൻ ഷെയ്ഡിലും യെല്ലോ ഷെയ്ഡിലും ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് നമുക്ക് കാഴ്ചയിൽ തന്നെ വ്യത്യാസമുള്ളതും BF-ലും GSM-ലും എല്ലാത്തിലും വ്യത്യാസമുള്ള ക്രാഫ്റ്റ് പേപ്പർ ഉണ്ട്. ക്രാഫ്റ്റ് പേപ്പറിന് വേറെ സ്പെഷ്യൽ ആയിട്ടൊരു വ്ളോഗ് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്ളോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് പേപ്പറിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അപ്പൊ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഉണ്ടാവും. മേ ബി ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷമായിരിക്കും ആ വീഡിയോ ചെയ്യാൻ. നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ, എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതായിരിക്കും ആദ്യം നമ്മളിത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ അടിക്കൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ അതിലുണ്ടാവും. ഇത് അതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു പേപ്പറാണ്. കളർ ഷെയ്ഡിൽ തന്നെയാണ് വ്യത്യാസമുള്ളത്, വേറെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ആസറേറ്റഡ് പേപ്പേഴ്സ് തന്നെയാണ്. നമ്മൾ
നേരത്തെ കണ്ട വാൾപേപ്പറിന്റെ ഒരു ഡിഫറെന്റ് കളർ ഷെയ്ഡാണ്. അതിൽ ഈ ഒരു ടൈപ്പ് പേപ്പർ ഒരുപാട് തരം ഡിസൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഏത് ടൈപ്പ് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കും. സെമി കണ്ടതെല്ലാം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പേപ്പേഴ്സ് ആണ്. ഇനി ധാരാളം പേപ്പേഴ്സ് ഉണ്ട്. റെഡ് കളറിൽ നമ്മൾ നേരത്തെ കണ്ട, അതായത് ഇതിന്റെ സെയിം കളർ ചേഞ്ച് ആണ്. ഇതിൽ തന്നെ ചെറിയ ടെക്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്നുള്ളത് എനിക്കറിയില്ല. വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഈ കാണുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെഷീൻ ആണ് കേട്ടോ. നമ്മൾ പേപ്പർ ബാഗ് നിർമ്മാണത്തിനായിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ക്രീസിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഡെമോ മോഡലാണ് ഈ കാണുന്നത്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രീസിംഗ് മെഷീനാണ്. അപ്പോൾ ആ മെഷീനിലെ ക്രീസിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെഷീനറി. നമുക്ക് എവിടെയൊക്കെയാണ് ഇംപ്രഷൻസ് വേണ്ട, ഇംപ്രഷൻസ് കൃത്യമായിട്ട് തന്നെ നമുക്ക് മടക്കളായിട്ട് കിട്ടും. നമ്മൾ 3 വീലാണ് വെച്ചത്. 3 വീലിലും നമുക്ക് ഇംപ്രഷൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഏകദേശം 210 GSM വരുന്ന പേപ്പറാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആ ക്രീസിംഗ് മാർക്കുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു ക്രീസിംഗ് മെഷീൻ. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്രീസിംഗ് മെഷീനാണ്. ഈ ഒരു മെഷീനിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാഗുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇതിനും ഒരു 500 ബാഗ് എന്നുള്ളതാണ് ഒരു മെഷീനുടെ കപ്പാസിറ്റി. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കൊരു പേപ്പർ ബാഗ് നിർമ്മാണത്തിന്റെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ സംരംഭമായിട്ട് തന്നെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചുറ്റും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടുള്ളൂ. 40,000 രൂപ മുതലൊക്കെ മെഷീനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. കാലസ്ട്രീം മോട്ടറാണ് വരുന്നത്. സ്പീഡ് അഡ്ജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. സിംഗിൾ ഫേസ് ആണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനോ മറ്റൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് അടുത്ത് പരിചയപ്പെടാനായിട്ടുള്ളത്. പേപ്പർ ബാഗ് ഉണ്ടാക്കുമ്പോൾ ഗമ്മ് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് ഗമ്മ്. ഈ കാണുന്നത് ഗമ്മാണ്. മെർക്കുറിയുടെ ഒരു ഗമ്മാണിത്. ഇത് ഭയങ്കര വില കുറവായിട്ടുള്ള ഒരു ഗമ്മാണ്. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 45 രൂപയാണ്. ഈ ഒരു ഗമ്മിന്റെ കോസ്റ്റ് വരുന്നത്. മെർക്കുറിയുടെ ബൈൻഡിങ് പേസ്റ്റ്. ഓക്കെ, ഈ കാണുന്നത് മെർക്കുറിയുടെ ബൈൻഡിങ് പേസ്റ്റ് ആണ്. നമുക്കിവിടെ MRP കാണാനായിട്ട് സാധിക്കും. 45 രൂപയാണ്. പക്ഷെ ഇതെന്റെ കയ്യിലുള്ളത് കുറച്ച് പഴയ സ്റ്റോക്കാണ്. ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നതിൽ 5 രൂപ മറ്റും കൂടിയിട്ടുണ്ട്. 50 രൂപ മറ്റും എനിക്ക് ലാസ്റ്റ് റീസെന്റ് ആയിട്ട് സ്റ്റോക്ക് വന്നത്. പക്ഷെ അതൊക്കെ ക്ലിയർ ഔട്ട് ആയി. ഇത് കൂടാതെ നമുക്ക് വരുന്ന കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടൊരു ഗം വരുന്നുണ്ട്. ഇത് നമുക്ക് വാട്ടർ ബേസിലാണ്. നമ്മൾ നമ്മുടെ വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്യണം. അതും ഡൈല്യൂട്ട് ചെയ്യണം. ഇത് നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു ഗം തന്നെയാണ്. കാരണം അത് കുറച്ചുകൂടെ എക്സ്പെൻസ് കുറവാണ് ഈ ഒരു ഗമ്മിന്. കുറച്ചുകൂടെ ഈ ഒരു ഗമ്മ് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതേപോലെ തന്നെയാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു ഗമ്മ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെഷീനറിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ഗമ്മ് യൂസ് ചെയ്യരുത്. നമ്മൾ ഈ ഗമ്മേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഗമ്മിങ് മെഷീൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. കാരണം ഇത് നല്ല ഗമ്മാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വാട്ടർ ബേസ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. പീഡിലൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഗമ്മാണ്. ബുൾബോൺ എന്നാണ് ഈ ഒരു ഗമ്മിന്റെ പേര്. അപ്പോൾ ഫെവിക്കോൾ നിർമ്മിക്കുന്ന അതേ ഒരു കമ്പനിയിലാണ് പീഡിലൈറ്റ് എന്ന് പറയുന്നത്. 150 രൂപയാണ് ഇതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് വരുന്നത്. പക്ഷെ ഇതിന്റെ ആദ്യം 90 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഗമ്മിന്. പിന്നെ അതിന് ശേഷം ഈ ലോക്ക്ഡൌണിന്റെ സമയത്താണ് അതിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയത്. പിന്നെ നമുക്ക് മറ്റൊരു ഗമ്മാണ് സൂപ്പർ ബോണ്ട് എന്ന് പറയുന്ന ഗമ്മ്. നമുക്ക് അത്യാവശ്യം സ്റ്റിക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഗമ്മാണത്. അല്ലാതെ നമ്മൾ പേസ്റ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതല്ല. ബാഗുകൾ നമ്മൾ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ ഷോപ്പേഴ്സ് നമ്മളോട് ചോദിക്കും ഞങ്ങളുടെ ബാഗിൽ ഞങ്ങളുടെ പേര് പ്രിന്റ് ചെയ്ത് തരാനാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ പ്രിന്റിംഗ് ആണ്. സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുന്ന സിംഗിൾ കളർ പ്രിന്റിംഗ്. ഈ കാണുന്നത് സ്ക്രീൻ പ്രിന്റ് ആണ്. ഇതിന് മുകളിൽ റെഡ് കളറുള്ള പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതും സ്ക്രീൻ പ്രിന്റിംഗ് ആണ്. കാരണം വൈറ്റിന് മുകളിൽ ബ്ലാക്ക് കളർ പ്രിന്റുകൾ മാത്രമേ ഉള്ളൂ. കാരണം സിംഗിൾ കളറാണ് അതിന് പ്രിന്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നത് സ്ക്രീൻ പ്രിന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇങ്കുകളാണ്. ഈ ഇങ്ക് ഒഴിച്ചുകൊണ്ട് നമ്മൾ ഈ സ്ക്യൂസർ കൊണ്ട് വൈപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ക്രീൻ പ്രിന്റിംഗിൽ ചെയ്യുക. അപ്പൊ നമുക്ക് അറ്റ് എ ടൈം ഒരു കളറെ നമുക്ക്
ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ല നമ്മൾ മൾട്ടി കളർ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് മൾട്ടി കളർ പ്രിന്റ്, ഈ രീതിയിലാണ് നമുക്ക് മൾട്ടി കളർ വരിക. ഓക്കെ, ഇത് മൾട്ടി കളർ ബാഗാണ്. ഈ ടൈപ്പ് ബാഗൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റേഴ്സിൽ പ്രിന്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിന് ശേഷം ബാഗ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മൾട്ടി കളർ പ്രിന്റ് സ്ക്രീൻ പ്രിന്റിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പണി കൂടുതലാണ്. മൾട്ടി കളർ ചെയ്യുമ്പോൾ ഈ കാണുന്ന എല്ലാം തന്നെ സ്ക്രീൻ പ്രിന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന അതിന്റെ ഇങ്കുകളാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കമ്പനികളാണ്. ഇതിലെ മറ്റു കമ്പനീസിന്റെയും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്രധാനമായി വരുന്ന ഒന്നാണ് ഈ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് വരുന്നതാണ് സ്ക്യൂസർ. ഈ സ്ക്യൂസർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ വൈപ്പ് ചെയ്യുക. ഇത് 4 ഇഞ്ചിന്റെ സ്ക്യൂസർ ആണ്, 6 ഇഞ്ചില് 8 ഇഞ്ചില് 12 ഇഞ്ചില് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് 14 ഡിഗ്രി ബെൻഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വൈപ്പ് ചെയ്യുക, അങ്ങനെ സ്ക്രീൻ പ്രിന്റിങ് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള മെഷ് ഉണ്ട്, സ്ക്രീൻ ഉണ്ട്. സ്ക്രീനിന്റെ പുറത്ത് നമ്മൾ ഇങ്ക് വെച്ച ശേഷം നമ്മൾ അതിനെ ചെയ്യുന്ന അതൊരു പ്രോസസ്സാണ്. ഇങ്ക് നൈഫ് എന്ന് പറയും. നമ്മൾ ഇങ്ക് എടുത്ത് സ്ക്രീനിലേക്ക് പകർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ്. നമ്മളെല്ലാം മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷന്റെ പുറത്താണ് നമ്മൾ സ്ക്രീൻ ഉണ്ടാക്കുക. അതുപോലെ നമ്മൾ മാനുവൽ സ്ക്രീനാണ് സെറ്റ് ചെയ്യുന്നത്, മാനുവലി ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ സ്ക്രീനിന്റെ ഒരു ബേസ് ബോർഡ് ലഭിക്കും. ആ ബേസ് ബോർഡിനോടൊപ്പം ചേർത്ത് നമുക്ക് ഈ സീക്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിന്റിങ്ങിന്റെ പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വരുന്ന മേജർ ആയിട്ടുള്ള ഐറ്റമാണ് ഐലറ്റ്സ് എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസിൽ അവൈലബിൾ ആണ്. ഈ ഐലറ്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഐലറ്റുകളാണ്. 8 mm ഐലറ്റ് ആണ്. 8 mm ആണ് ഈ ഐലറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഗോൾഡൻ കളർ തന്നെ 6 mm ഐലറ്റുകൾ വരുന്നുണ്ട്. 6 mm ഐലറ്റ് ആണ്. അതേ 6 mm തന്നെ ബ്ലാക്ക് ഐലറ്റ്. ഇത് അതിൽ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ഐലറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് 60 രൂപ തൊട്ട് അവൈലബിൾ ആണ്. 60 രൂപ തൊട്ട് 100 രൂപ വരെയുള്ള പാക്കറ്റുകൾ അവൈലബിൾ ആണ്. വലിയ 8 mm ഐലറ്റ്സ് ആകുമ്പോൾ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇതിന്റെ പ്രൈസ് ലിസ്റ്റ് എനിക്ക് നോക്കണം, കറക്റ്റായിട്ട് ഓർമ്മ ആവണം പറയാത്തത്. ഇത് നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ഐലറ്റുകളാണ്. ഇതാകുമ്പോൾ 85 റുപ്പീസ് വരും. ഇതാകുമ്പോൾ 70 റുപ്പീസ് വരും. ഇതിന് ഏകദേശം 60-65 റുപ്പീസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്രൈസസിലാണ് ഐലറ്റ്സ് വരുന്നത്. പിന്നെ നമ്മൾ പരിചയപ്പെടാനായിട്ടുള്ളതാണ് മൈക്രോമേറ്റ്. സ്ക്രീൻ പ്രിന്റിങ്ങിന് നമ്മൾ സ്ക്രീൻ പ്രിന്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കെമിക്കലാണ് മൈക്രോമേറ്റ് എന്ന് പറയുന്നത്. ഈ മൈക്രോമേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതിന് പകരം നമുക്ക് 5 സ്റ്റാർ ഫിലിം ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. 5 സ്റ്റാർ ഫിലിം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം തോന്നുന്നു അപ്പുറത്താണ്. കുഴപ്പമില്ല, ഞാൻ നെക്സ്റ്റ് ടൈം 5 സ്റ്റാർ ഫിലിം ഞാൻ നേരത്തെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ഒന്ന് കയറി നോക്കിയാൽ ഉണ്ടാവും. പിന്നെ വരുന്നത് ഹാൻഡിൽസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. പേപ്പർ ബാഗിന് ആവശ്യമായത് ഹാൻഡിൽ. നമുക്ക് ഹാൻഡിൽ വെച്ചാൽ ബാഗായിട്ട് മാറുള്ളൂ. ഹാൻഡിലാണ്. ബ്രൗൺ കളറിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വൈറ്റ് കളറിലും അത് അവൈലബിൾ ആണ്. ഓക്കെ, ബ്രൗണിലും അവൈലബിൾ ആണ്, വൈറ്റിലും അവൈലബിൾ ആണ്. ഈ ഹാൻഡിലിന് കാണുന്നത് ബ്രൗണും വൈറ്റും. അതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. പ്രൈസ് 1 രൂപയുടെ ഉണ്ട്, 1.25 ഉണ്ട്. നിങ്ങൾ ഇതിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ പേപ്പറിന്, ഈ ഒരു പേപ്പറിന് ഡിഫറൻസിൽ അതിന്റെ പ്രൈസസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. 60 പൈസ മുതലുള്ള ഹാൻഡിൽസ് അവൈലബിൾ ആണ്. ഇപ്പൊ കറന്റ് 60 പൈസയുടെ സ്റ്റോക്ക് ഇല്ല, അതൊന്നാണ് കാണിക്കാത്തത്. അതുകൊണ്ട് ചെറിയ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്ന സാധനമാണ്. ഇത് 1.25 രൂപ വരുന്നതാണ്, ഇത് 1 രൂപ വരുന്നതാണ്. അപ്പൊ അതാണ് അതിന്റെ രണ്ടിലും വ്യത്യാസം. ഈ കാണുന്നതാണ് നമ്മുടെ നൈലോൺ റോപ്പ് എന്ന് പറയുന്നത്. 6 mm റോപ്പാണ്. ഇത് അതിന്റെ തന്നെ വൈറ്റ് ആണ്. അപ്പൊ ഈ റോപ്പുകളാകുന്ന സമയത്ത് നമുക്ക് പേപ്പർ ഹാൻഡിലിനെ അപേക്ഷിച്ച് നമുക്ക് പ്രൈസ് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ തന്നെ കുറയും. ഇത് നമുക്ക് 250-300 റുപ്പീസ് ഒക്കെയാണ് നമുക്ക് കേജി വരിക. അപ്പോ ഇതും അതേ പ്രൈസസ് തന്നെയാണ് വരിക. എല്ലാ കളേഴ്സിലും ഈ സാധനം അവൈലബിൾ ആണ് നൈലോൺ റോപ്പുകൾ. അപ്പൊ ഇതാവുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്നത് 1 kg ആണ്. 1 kg ഇല്ല, 950 ഗ്രാം ആണ് ഈ ഒരു നൈലോൺ റോപ്പ് വന്നിട്ടുള്ളത്. ഇത്രയും തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരുപാട് ബാഗുകൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതേ പ്രൈസിൽ നമ്മൾ ഹാൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപ 25 പൈസ അല്ലെങ്കിൽ 1 രൂപ പേര് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അറിയാലോ. ഇപ്പോൾ ഒരു 1000 ബാഗിനാണെന്നുണ്ടെങ്കിൽ 1000 രൂപ, 1 രൂപയുടെ പേര് എടുത്താൽ 1000 രൂപ കോസ്റ്റ് ആവും. പക്ഷെ നമുക്ക് ഇതിൽ നമുക്ക് ഏകദേശം 250 രൂപയ്ക്ക് നമുക്ക് അതിന് അത്രയും ബാഗുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കുറച്ചുകൂടെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. 120 GSM നിർമ്മിച്ച ഒരു പേപ്പർ ക്യാരി ബാഗാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള ക്യാരി ബാഗുകൾ അതുപോലെ തന്നെ
പേപ്പർ മെറ്റീരിയൽസ്, പേപ്പർ ബാഗ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, മെഷീനറി തുടങ്ങിയവയെല്ലാം തന്നെ MSR ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. MSR മെഷീനറീസിൽ നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 40,000 തൊട്ട് 3 lakh രൂപ വരെ വരുന്ന ക്രീസിംഗ് മെഷീൻ മാത്രം അവൈലബിൾ ആണ്. ക്രീസിംഗ് മെഷീൻ മാത്രം കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 1 lakh rupees സെമി ഓട്ടോമാറ്റിക് യൂണിറ്റുകളും, അതേപോലെ 3 lakh രൂപയുടെ സെമി ഓട്ടോമാറ്റിക്, 5 lakhs 6 lakhs സെമി ഓട്ടോമാറ്റിക് എന്നീ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മെഷീനറീസും അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആണ് അതിന്റെയൊക്കെ വ്യത്യാസം. പിന്നെ നമ്മൾ മാനുവലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മെഷീനറി ചെയ്യുന്നു എന്നതിനാണ് ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് മെഷീനറി ഉപയോഗിച്ചിട്ടാണെങ്കിൽ മാനുവൽ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെഷീനറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെയിലി 500+ ബാഗ്സ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 500 to 1000 ബാഗുകൾ നമുക്ക് സുഖമായിട്ട് ഒരാളെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മെഷീനറിയിൽ 1000 ബാഗുകൾ മേക്ക് ചെയ്യാവുന്ന 5 roller മെഷീനറിയുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. നമുക്ക് കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ചാനൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ അതിനകത്ത് പേപ്പർ ബാഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മെഷീനറി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചിതറി എന്ന സ്ഥലത്താണ് MSR മെഷീനറീസ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലായിട്ടാണ്. ഞാനിപ്പോ ഹൈവേ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഹൈവേ നോക്കിയപ്പോൾ പാലക്കാട് തൃശ്ശൂർ ഹൈവേ ആണ്. ഒരു ഏകദേശം 30 മീറ്റർ ഉണ്ടാവുള്ളൂ. ഒരു ടാക്സി ഉണ്ടോ, അവിടെ തന്നെയാണ് ബസ് സ്റ്റേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ പാലക്കാട് ടൗണിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ തൃശ്ശൂർ ബസ്സിലേക്കാണ്. തൃശ്ശൂർ ബസ് അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലായിട്ടാണ് നമ്മുടെ സ്ഥാപനം. അപ്പൊ തൃശ്ശൂർ ബസ്സിലാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് പാലക്കാട് തൃശ്ശൂർ ബസ് കയറാം. അതായത് നിങ്ങൾ എറണാകുളം ആ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പാലക്കാട് ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിതലി 5 മുറി എന്നാണ് സ്ഥലത്തിന് പേര്. നിങ്ങളോട് ഇറങ്ങാൻ സാധിക്കും. അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. നിങ്ങൾ ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസും മറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും വിളിക്കാം.